Yes. Hello everyone. Welcome to Rahil's Academy. കേറ്ററ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ വരുന്ന ഒരു ടൈമാണിത് അല്ലെ. അതായത് ഈ സ്പെഷ്യൽ കേറ്ററ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കേറ്ററ്റിന്റെ വിജ്ഞാപനം എപ്പോഴാണ് വരിക, അതിന്റെ എക്സാം എക്സ്പെക്ടഡ് ഏതൊരു മാസമാണ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, അതുപോലെ തന്നെ അടുത്ത LP UP മുന്നേ ആയിട്ട് ആ കേറ്ററ്റിന്റെ റിസൾട്ട് വരുമോ, ഓക്കെ ഈ വർഷം ഇനി നെക്സ്റ്റ് കേറ്ററ്റ് എപ്പോഴാണ് വരിക, അങ്ങനെ ഒരുപാട് ക്യൂറിയസ് ഈ പറയപ്പെടുന്ന കാൻഡിഡേറ്റ്സ് നമുക്ക് പേഴ്സണലി അയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോസിൽ അവർ മെൻഷൻ ചെയ്ത് ചോദിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങൾ ജസ്റ്റ് ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഒഫീഷ്യലി പരീക്ഷാ ഭവന്റെ ഒരു അക്കാഡമിക് കലണ്ടർ ആണ്. ഓക്കെ, ഈ ഒരു കലണ്ടർ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രമ നമ്പർ നോക്കുന്ന സമയത്ത് ഇവിടെ സെവൻത്ത് കാറ്റഗറി, സെവൻത്ത് ക്രമ നമ്പറിലെ കാറ്ററ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ പിന്നെ മാസവും അതുപോലെ തന്നെ വർഷവും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുന്നുണ്ട് സ്ക്രീന്. ഓക്കെ, വൺ സെക്കൻഡ് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി വിസിബിൾ ആവാനും വേണ്ടിയിട്ടാണ്. പെർഫെക്റ്റ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, റൈറ്റ്. അതായത് നെക്സ്റ്റ് വിജ്ഞാപനം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട മാസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 2026 ഓക്കെ, അതായത് നെക്സ്റ്റ് മന്ത് തന്നെ സ്പെഷ്യൽ കാറ്ററ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത റെഗുലർ കാറ്ററ്റിന്റെ ഒരു വിജ്ഞാപനം നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന എക്സാം വരാനുള്ള ഒരു പോസിബിലിറ്റി സെപ്റ്റംബർ 2026 ആൻഡ് അതിന്റെ റിസൾട്ട് വരെ എപ്പോഴാണ്, നവംബർ 2026 ഓക്കെ, അപ്പോ ഈ ഒരു അക്കാഡമിക് കലണ്ടർ തന്നെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത LP UP മുന്നേ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാറ്ററ്റിന്റെ വിജ്ഞാപനം വരും, അതിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യും, അതുപോലെ തന്നെ അതിന്റെ റിസൾട്ടും അതിന് മുന്നേ ആയിട്ട് പബ്ലിഷ് ചെയ്യും എന്നുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഓക്കെ, അതായത് LP UP മുന്നേ ഈ എക്സാം കണ്ടക്ട് ചെയ്യുമോ, അതിന്റെ റിസൾട്ട് വരുമോ എന്നുള്ള കൺസേൺ. സോ അതിന്റെ ഒരു ഫൈനൽ ആൻസർ ആണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കലണ്ടർ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിസംബർ 2026, അതായത് ഈ വർഷം തന്നെ നമുക്ക് എന്താണ് ഡിസംബർ 2026 അടുത്തൊരു വിജ്ഞാപനം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരു പോസിബിൾ എക്സാം മന്ത് വരുന്നത് ജാനുവരി 2027 ആണ്. ഓക്കെ, അത് പിന്നെ ഡിസംബർ വന്ന് നെക്സ്റ്റ് മന്ത് തന്നെ നമുക്ക് ഒരു എക്സാം അവിടെ എക്സ്പെക്ട് ചെയ്യണം. അതിന്റെ റിസൾട്ട് വരേണ്ട പോസിബിലിറ്റി മാർച്ച് 2027 അതുപോലെ തന്നെ അടുത്ത വർഷം കാറ്ററ്റിന്റെ എക്സാമിന്റെ ഒരു വിജ്ഞാപനം വരുന്നത് ഫസ്റ്റ്, അതായത് ഫെബ്രുവരി 2027 അടുത്ത ഒരു വിജ്ഞാപനം. അതായത് അടുത്ത വർഷം വരുന്ന വിജ്ഞാപനത്തിന്റെ ഫസ്റ്റ് വിജ്ഞാപനം വരുന്നത് ഫെബ്രുവരി 2027 ഓക്കെ, അതിന്റെ എക്സാം വരുന്നത് ഏപ്രിൽ 2027 കോൺസിക്വന്റ്ലി അതിന്റെ എക്സാം റിസൾട്ട് വരുന്ന എപ്പോഴാണ്, ജൂൺ 2027 എന്നുള്ള ഒരു ഡേറ്റ് ഷെഡ്യൂൾ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പിന്നെ പരീക്ഷാ ഭവന്റെ ഒരു അക്കാഡമിക് കലണ്ടർ വെച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. അപ്പോ നെക്സ്റ്റ് വരുന്ന, അതായത് ഈ സ്പെഷ്യൽ കാറ്ററ്റ് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാറ്ററ്റ്, ഓക്കെ, ആ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാം വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, വിജ്ഞാപനം വരാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഈ വർഷം അപ്പൊ നമുക്ക് ടോട്ടലി ഒരു അക്കാഡമിക് കലണ്ടർ പ്രകാരം നെക്സ്റ്റ് ഇനി വരാനുള്ള 3 കേറ്ററ്റ് എക്സാംസിന്റെ ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഡേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് കേറ്ററ്റുമായി ബന്ധപ്പെട്ടുള്ള സൈക്കോളജിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ടോപ്പിക്സുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എന്റെ ചാനലിൽ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു പോകലല്ല, എല്ലാ ടോപ്പിക്സിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്തില് നോട്ട്സുകൾ അടക്കം ഞാൻ വീഡിയോ എന്റെ യൂട്യൂബ് പിന്നെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്ലേലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതിനെ കൂടെ തന്നെ നമുക്ക് കാറ്ററ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരുപാട് ടീച്ചിങ് എക്സാംസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിസ്കഷൻസ് നടത്താനും വേണ്ടിയിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാനും വേണ്ടി നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളെ പ്രിപ്പറേഷൻസ് നിങ്ങൾ എല്ലാ തരത്തിലും നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റ് ആവുക.
ഓക്കെ, ഈ വരുന്ന കേട്ടറ്റ് ക്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്. ഓക്കെ, ബാക്കി എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഈ വരുന്ന കേട്ടറ്റ് എക്സാം ഞാൻ നിർബന്ധമായിട്ടും ക്രാക്ക് ചെയ്യും എന്നുള്ള ഒരു ഫിക്സ്ഡ് മൈൻഡ് സെറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയാസുകളൊക്കെ നിങ്ങൾ സ്പെസിഫിക്കലി നോട്ട് ഡൗൺ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളെ വളരെ ഡീറ്റെയിൽഡ് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം PYQs MCQ ഡിസ്കഷൻസിലൊക്കെ നിങ്ങൾ മാക്സിമം ഇൻവോൾവ് ആകുക. ഓക്കെ, PYQ MCQ ഡിസ്കഷൻസ് ഒക്കെ ഞാൻ വരുന്ന ഓരോ ദിവസങ്ങളിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ജസ്റ്റ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കാതിരിക്കുക കേട്ടോ. കാരണം ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നെക്സ്റ്റ് വരുന്ന എല്ലാ വീഡിയോസും അതുപോലെ തന്നെ പ്രത്യേകിച്ചിട്ട് സ്പെസിഫിക്കലി ഒരുപാട് PYQs നമുക്ക് ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതൊക്കെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നമ്മുടെ ചാനലിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. So we'll see you on the next video. Till then, bye and thanks everyone.